അസ്സലാമലൈക്കും. എൻ്റെ പേര് ഫസൽ മരക്കാർ. ഏഹ് ഫസൽ മരക്കാർ ഫാമിലി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മരക്കാർ 4-ന് ശേഷമുള്ള മരക്കാർ ഫാമിലിയിലെ യോദ്ധാക്കളെ കുറിച്ചാണ്. കുഞ്ഞാലി മരക്കാർ 4-മനായ മുഹമ്മദ് അലി മരക്കാരെ ചതിയിൽപ്പെടുത്തി സാമൂതിരി പോർച്ചുഗീസുകാർക്ക് കൈമാറിയ ചരിത്രം നാം വായിച്ചതാണല്ലോ. അതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കോട്ടയിൽ നിന്നും ഇറങ്ങി വന്ന 200ഓളം കുടുംബാംഗങ്ങൾ പരിക്കുപറ്റിയും ഭക്ഷണമില്ലാതെയും ആകെ ക്ഷീണിച്ച് അവശരായ അവസ്ഥയിലായിരുന്നെന്ന് പ്രമുഖ ചരിത്രകാരന്മാരെല്ലാവരും എഴുതി വച്ചിട്ടുണ്ട്. കെ.കെ. കുറുപ്പിനെ പോലുള്ള ആളുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അവരിൽ പലരും കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ് ചെയ്തത്. ഉം, സാമൂതിരിയുടെ തിരൂരിലെ സാമന്ത രാജ്യത്ത് ചേക്കേറിയവർ വരെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ജില്ലയുടെ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും അവരുടെ പിൻഗാമികൾ ഉള്ളതായി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ല മാത്രമല്ല, ഉം, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അവരുടെ പിൻഗാമികൾ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പലരും എന്നെ ഫോൺ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇവരുടെ പിൻഗാമികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ സന്ദർശിക്കുകയും പലരുമായി ഇന്ന് നല്ല ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കുറെ പേരെ കുറിച്ച് ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിരുന്നു. കുഞ്ഞാലി 4-മന്റെ ഉമ്മ, അതേപോലെ 3-മന്റെ കുടുംബം, അവരുമായി വളരെ അടുത്ത രക്തബന്ധമുള്ളവർ എന്നിവർ. അവർ പയ്യോളിക്കടുത്ത് കുയ്യോടി എന്ന പറമ്പിൽ താമസമാക്കിയ കാര്യമൊക്കെ ഞാൻ പലതവണ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരുന്നു. അതേപോലെ യൂട്യൂബിലും 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കുവാൻ പി.വി. മുഹമ്മദ് മരക്കാരുടെ അറിയപ്പെടാത്ത കുഞ്ഞാലി മരക്കാർ എന്ന പുസ്തകം വായിക്കുന്നത് നന്നായിരിക്കും. സാമൂതിരി ഗ്രന്ഥവരികളിൽ ഇവരുടെ സ്ഥലത്തെയും കൂട്ടിച്ചേർത്ത് കോട്ടക്കൽ കുയ്യോടി മരക്കാർ എന്നാണ് വിശേഷിപ്പിച്ച് കാണുന്നത്. കുഞ്ഞാലി മരക്കാർ 4-മനെ പിടിച്ചുകൊണ്ടുപോയതോടെ കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ മുസ്ലിം സമൂഹം പോർച്ചുഗീസുകാർക്കെതിരെ പല പല ഭാഗങ്ങളിൽ നിന്നും ആക്രമണം അയച്ചുവിട്ടിരുന്നു. മരക്കാർ പിൻഗാമികളാവട്ടെ അഹമ്മദ് മരക്കാരുടെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യത്തോടൊപ്പം ചെറിയ ചെറിയ ആക്രമണങ്ങളും നടത്തിയിരുന്നു. പക്ഷെ ഇതിനൊന്നും കൃത്യമായ ആസൂത്രണമോ മറ്റോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നു പോകുന്നുണ്ട്. സഞ്ചാരിയായ പിറാൾഡ് ഡി ലാവൽ ഈ കാലഘട്ടത്തിൽ അയനിക്കാട് എത്തുകയും ക്യാപ്റ്റൻ അഹമ്മദ് മരക്കാരെയും കൂട്ടി കോട്ടക്കൽ സന്ദർശിക്കുകയും ചെയ്ത കാര്യം അദ്ദേഹം തന്റെ പുസ്തകമായ ദ വോയേജ് ഓഫ് പിറാൾഡ് ഡി ലെവൽ എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. കോട്ടക്കലിൽ പോയപ്പോൾ തകർന്നു കിടക്കുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ അദ്ദേഹം കണ്ടെത്തറേ. മതിൽ പോർച്ചുഗീസുകാർക്കെതിരെ വിജയിച്ച യുദ്ധങ്ങളുടെ ചിത്രവും മറ്റും ഉണ്ടായിരുന്നതായി പിരാൾഡ് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അത് ഓർത്തെടുത്ത് എഴുതി വെച്ചതാണ്. കാലം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. മരക്കാർ ഫാമിലിയുടെ ജീവിതവും അങ്ങനെ തന്നെ. ഒരു നല്ല തണുപ്പുള്ള രാത്രി അഹമ്മദ് മരക്കാർ വീട്ടുമുറ്റത്ത് കൂടി ഉലാത്തുകയായിരുന്നു. അപ്പോഴാണ് പുറത്തു നിന്നും പതിഞ്ഞ കാലടി ശബ്ദങ്ങൾ കേൾക്കുന്നത്. അദ്ദേഹം സ്വാഭാവികമായിട്ടും വാളിനരികിലേക്ക് കൈകൾ എത്തിച്ചിരിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യല്ലോ, ശത്രുവാണെന്ന് കരുതിയിട്ട് വാളിനരികിൽ കൈ എത്തിച്ചിരിക്കുമല്ലോ. അഹമ്മദ് മരക്കാർക്കരികിലേക്ക് ആ രൂപങ്ങൾ നടന്നെടുത്തു വന്നു. താടിയും മുടിയും നീട്ടി ആരോഗ്യ ദൃഢഗാത്രനായ ഒരാൾ, ഒപ്പം ഒരു പെൺകുട്ടിയും. അസ്സലാമു അലൈക്കും അഹമ്മദ്, നിനക്കെന്നെ മനസ്സിലാകുന്നില്ലേ? ആഗതൻ ചോദിച്ചു. വാലൈക്കും അസ്സലാം, അദ്ദേഹം മറുപടി നൽകി. എവിടെയോ കേട്ടുമറന്ന ശബ്ദം. ആ ശബ്ദം ഓർത്തെടുക്കുവാൻ അഹമ്മദ് മരക്കാർ ശ്രമിച്ചു. യാ അല്ലാ, ഇതെന്റെ അലിയല്ലേ, അലി ഇബ്രാഹിം മരക്കാർ. പിന്നെ അഹമ്മദ് മരക്കാർ വേറൊന്നും ആലോചിച്ചില്ല, അലിയെ കെട്ടിപ്പിടിച്ചു. അനുജൻ അഹമ്മദ് മരക്കാരെ തേടിയെത്തിയ അലി ഇബ്രാഹിം മരക്കാരായിരുന്നു അത്. അദ്ദേഹത്തെ പോർച്ചുഗീസുകാർ 1591 നടന്ന ഒരു യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുപോവുകയാണ് ചെയ്തത്. അന്ന് അലിക്ക് 13 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആ യുദ്ധത്തിൽ മരക്കാർ പോർച്ചുഗീസുകാരോട് പരാജയപ്പെടുകയും കുട്ടികളൊഴികെ ബാക്കിയുള്ള എല്ലാവരെയും നിഷ്കരണം കൊന്നുകളയുകയും ചെയ്തു. കുട്ടികളെ ഗോവയിലെ കോട്ടയിലേക്കാണ് പോർച്ചുഗീസുകാർ കൊണ്ടുപോയത്. മരക്കാർ 4-മനെയും 40 പേരെയും കൊല്ലുമ്പോൾ അലി ആ സദസ്സിലിരുന്ന് പല്ലുറുമുന്നുണ്ടായിരുന്നു. അതായത് ഗോവയിലെ കോട്ടയിൽ കൊണ്ടുപോയിട്ട് അവിടെ അടിമയാക്കുകയാണ് അലിയെ ചെയ്തത്. എന്നിട്ട് ഒരു അലിയെ പോർച്ചുഗീസുകാർ മതം മാറ്റുകയും ഒരു പെൺകുട്ടിയെ വിവാഹം കൊടുക്കുകയും ചെയ്തു. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ 4-മനെ അവിടെ കൊണ്ടുവരുന്നതും 4-മനെയും 40 പേരെയും കൊണ്ടുവന്ന്
അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും. അപ്പോൾ ഇതെല്ലാം അലി കാണുന്നുണ്ടായിരുന്നു. അലി സദസ്സിലിരുന്ന് കാണുന്നുണ്ട് തൻ്റെ അമ്മാവനെ വെട്ടിക്കൊല്ലുന്നതൊക്കെ. അപ്പോൾ അത് കണ്ട് അദ്ദേഹം പല്ലിറുമുന്നുണ്ടായിരുന്നു ദേഷ്യം കൊണ്ട്. ഈ കാര്യം പിരാൾഡിനോട് അദ്ദേഹം പറഞ്ഞതാണ്. അലി അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് തടവറയിലെത്തിയ പിരാൾഡിനോട് പറഞ്ഞിരുന്നു. അതായത് ആ സമയത്ത് പിരാൾഡ് അവിടെ എത്തിച്ചേരുകയുണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി തടവറയിലിട്ടതായിരുന്നു. അങ്ങനെയാണ് അലിയുമായിട്ട് ഇദ്ദേഹം പരിചയപ്പെടുന്നത്. അലി അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് തടവറയിലെത്തിയ പിരാൾഡിനോട് പറഞ്ഞിരുന്നു. അവസരം അലിയെ വന്ന് മുട്ടി വിളിച്ചപ്പോൾ അലി ഭാര്യയെ കൂട്ടി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് അയാൾ അയനി കടത്തിയത്. അതായത് പിരാൾഡിനോട് ഇയാൾ തടവറയിലുള്ള സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. പിരാൾഡ് ആ തടവറയിലെത്താൻ കാരണം പോർച്ചുഗീസുകാർ ഇയാളെ പിടിച്ചിട്ട് കുറച്ച് ദിവസം തടവറയിൽ കൊണ്ടിട്ടിരുന്നു. അങ്ങനെയാണ് അലിയുമായിട്ട് ഇയാൾക്ക് പരിചയം വരുന്നതും അലി കഥകൾ പറയുന്നതും കുഞ്ഞാലിമരക്കാരുടെ പിൻഗാമിയാണ് താൻ എന്നുള്ള രഹസ്യമൊക്കെ അയാൾ വെളിപ്പെടുത്തുന്നതും അവിടെ വെച്ചാണ്. അതിനുശേഷം ഒരു അവസരം വന്നപ്പോൾ അലി ഒരു ചെറു വള്ളത്തിൽ കയറി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഭാര്യയും കൂട്ടിയിട്ട്. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അങ്ങനെയാണ് അയനിക്കാട് ഇയാൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ തുടർച്ച അടുത്ത വീഡിയോയിലുണ്ടാവും. നിങ്ങൾ എല്ലാ വീഡിയോയും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.